ഹരേ കൃഷ്ണ. അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു രാമായണം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. നമ്മൾ കാർത്തിക മാസത്തിലെ വളരെ ഓസ്റ്റിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ തപശ്ചര്യകൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു സമയം ആണ്. അപ്പോൾ ഏറ്റവും വലിയ തപശ്ചര്യ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, കൂടുതൽ ഭഗവാനെക്കുറിച്ച് അറിയുക, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു അവസരവും നമ്മൾ കാർത്തിക മാസത്തിൽ പാഴാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്യമത്തിൽ വന്നിട്ട് നമ്മൾ ഭാഗവതം, ഭഗവത്ഗീത, രാമായണം തുടങ്ങിയ ഭഗവാനെ ഓർക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളെയെല്ലാം വളരെ കാര്യമായി തന്നെ കേൾക്കണം, പഠിക്കണം, അതെല്ലാം മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ഉദ്യമത്തിലേക്കാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചയുമുള്ള ഈ ഒരു രാമായണം ക്ലാസ്. ഇന്ന് ഇപ്പോൾ നമ്മൾ കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ അവസാന പാദത്തിലേക്ക് എത്തുകയാണ്. ഇനി 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ കിഷ്കിന്ധ കാണ്ഡം അവസാനിക്കും. നിങ്ങൾക്കറിയാം, കിഷ്കിന്ധ കാണ്ഡം വളരെ സംഭവബഹുലമായതായിരുന്നു. ഹനുമാനും രാമചന്ദ്രമൂർത്തിയും തമ്മിലുള്ള കണ്ടുമുട്ടൽ, സുഗ്രീവനോടുള്ള കണ്ടുമുട്ടൽ, സുഗ്രീവൻ തൻ്റെ കഥനകഥകൾ പറയുന്നതും തൻ്റെ അനുഭവങ്ങൾ പറയുന്നതും, രാമചന്ദ്രമൂർത്തിയും സുഗ്രീവനും തമ്മിൽ സൗഹൃദം സ്ഥാപിക്കുന്നതും, തൻ്റെയും സുഗ്രീവൻ്റെയും ബുദ്ധിമുട്ടിന് വഴി രാമചന്ദ്രമൂർത്തി കണ്ടുപിടിക്കുന്നതും, വാലിയെ നിഗ്രഹിക്കുന്നതും, പിന്നെ സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കുന്നതും, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. 4 മാസം വർഷകാലമായതിനാൽ രാമചന്ദ്രമൂർത്തിക്ക് സീതാന്വേഷണത്തിന് പോകാൻ ദുർഘടമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ആ ഒരു മാല്യവന പർവ്വതം, പ്രസവന പർവ്വതം, അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഋഷിമുഖ പർവ്വതത്തിലെ അങ്ങനെ ഒരു ഗുഹയിൽ ചെന്നിട്ട് ഇരുന്ന് അദ്ദേഹം വന്നിട്ട് വളരെ കഠിനമായിട്ടുള്ള തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നു. തൻ്റെ പത്നിയെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മണൻ അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞു, 4 പക്ഷെ എന്നിട്ടും സുഗ്രീവന്റെ വരവോ അല്ലെങ്കിൽ സുഗ്രീവന്റെ സന്ദേശമോ ഒന്നും കിട്ടാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അക്ഷമനാകുന്നു. അങ്ങനെ അക്ഷമനാകുമ്പോൾ രാമചന്ദ്രമൂർത്തി വിചാരിക്കുന്നു, നന്ദികേട് കാണിക്കുകയാണോ സുഗ്രീവൻ ചെയ്യുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ ചിന്ത ശരിയാണോ ഇല്ലയോ എന്നറിയാൻ എന്ത് ചെയ്യണം? ലക്ഷ്മണനോട് പറയുന്നു, ചെന്ന് സുഗ്രീവനെ ഒന്ന് ആ ഒരു ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉണർത്തിയെടുക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് നമ്മൾക്ക് നൽകിയ വാക്കിനെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുക. ലക്ഷ്മണൻ ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. ലക്ഷ്മണനാണെങ്കിൽ വളരെയധികം ആവേശത്തിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? ഇന്ന് തന്നെ സുഗ്രീവനെ വധിച്ച് അങ്ങ് തന്നെ രാജാവാക്കി വാനര സൈന്യവും കൊണ്ട് വന്നേക്കാമെന്നും പറഞ്ഞ് ചാടി പുറപ്പെടുന്നു. അപ്പോൾ രാമചന്ദ്രമൂർത്തി പറയുന്നത്, കൊല്ലാനല്ല പറഞ്ഞത്, പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പുറത്ത് ആ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മണ്ടത്തരമാണ്. ലക്ഷ്മണ, നിന്റെ കോപത്തെ നീ നിയന്ത്രിക്കണം. ചെറിയൊരു ഭയം മതി സുഗ്രീവന്, അവനെ ഒന്ന് ഉണർത്തിയാൽ മതി ആലസ്യത്തിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ നേരെ കിഷ്കിന്ധയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ലക്ഷ്മണന്റെ കോപത്തിന്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ കണ്ടപ്പോഴേക്കും തന്നെ സുഗ്രീവൻ ആകെപ്പാടെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇതികർത്തവ്യത മൂടനായിട്ട് നിൽക്കുന്നു. താരയാണ് പിന്നെ സുഗ്രീവനെ സഹായിക്കുന്നത്. ലക്ഷ്മണന്റെ കോപത്തിനെ എങ്ങനെയാണ് അടക്കേണ്ടത് എന്ന് താരയ്ക്ക് അറിയാം, ബുദ്ധിശാലിയായ താര. അപ്പോൾ താര ലക്ഷ്മണനോട് സംസാരിക്കുന്നു, ലക്ഷ്മണനോട് പറയുന്നു, സുഗ്രീവൻ എന്തുകൊണ്ടാണ് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ ആനന്ദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? കാരണം അതെല്ലാം ഡിപ്രൈവ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി സുഗ്രീവന്. ഇപ്പോൾ അത് കിട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെ ഞൊടിയിൽ പോകും. പക്ഷെ രാമചന്ദ്രമൂർത്തി കഠിനമായിട്ടുള്ള വ്യഥയിൽ ആ ഓരോരോ നിമിഷങ്ങളും ഓരോരോ യുഗങ്ങൾ പോലെയാണ് അദ്ദേഹത്തിന് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തത്. അദ്ദേഹത്തിന് ആ വ്യഥയുടെ സമയത്ത് അദ്ദേഹത്തിന് നീണ്ട സമയം പോലെ തോന്നും. പക്ഷെ സുഗ്രീവൻ ഇത് വെറും ഒരു ഞൊടി പോലെയാണ് തോന്നുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അത് ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും സുഗ്രീവൻ ഓർമ്മയുണ്ട്. സുഗ്രീവൻ നന്ദികേട് കാണിക്കുകയില്ല. സുഗ്രീവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് താര ലക്ഷ്മണനെയും കൊണ്ട് സമാധാനിപ്പിച്ച് സുഗ്രീവന്റെ അടുത്തേക്ക് സംഭാഷണത്തിനായി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ
ലക്ഷ്മണൻ കാണുന്ന കാഴ്ച അതിനെക്കാട്ടിലും പ്രശ്നമാണ്. ഇതൊക്കെ നടന്നിട്ടും ഇത്രയധികം കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടും സുഗ്രീവൻ ആ ഒരു ആലസ്യത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും, ലക്ഷ്മണൻ സുഗ്രീവന്റെ അറയിലേക്ക് ചെല്ലുമ്പോൾ സുഗ്രീവൻ അപ്പോഴും രുമയുടെ മടിയിൽ തലവെച്ച് അവിടെ പുഷ്പമാല്യവും അണിഞ്ഞ് മദ്യവും സേവിച്ച് വാനര സ്ത്രീകളോടൊപ്പം ആനന്ദിക്കാൻ വേണ്ടി ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും ലക്ഷ്മണന് ദേഷ്യം വന്നു. ആ അടക്കി നിർത്തിയ താരയ്ക്ക് പോലും ഇതെന്താണ് ഈ സുഗ്രീവൻ കാണിക്കുന്നത് എന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്യുന്നു, താര പോലും പിന്നെ എന്തായാലും ലക്ഷ്മണന്റെ കോപത്തിന് സുഗ്രീവൻ എന്തായാലും എന്ത് ചെയ്യണം, മറുപടി പറയണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ താര എന്ത് ചെയ്യുന്നു, ആ ലക്ഷ്മണന്റെ കോപത്തിനെ തടുത്തു നിർത്താൻ വേണ്ടി ശ്രമിച്ചില്ല. ലക്ഷ്മണൻ അവിടെ കണ്ട ഒരു പൂച്ചട്ടി എടുത്ത് നേരെ തറയിൽ എറിഞ്ഞുടച്ചതും ജോൾട്ട് ചെയ്തതുപോലെ സുഗ്രീവൻ ചാടി എഴുന്നേറ്റു. സുഗ്രീവൻ അപ്പോഴാണ് സ്ഥലകാലബോധം വന്നത്. മദ്യത്തിന്റെ ലഹരിയിലാണ് സുഗ്രീവൻ. ലക്ഷ്മണൻ വന്നതും ഒക്കെ അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു വ്യക്തമായിട്ടുള്ള അവബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ലക്ഷ്മണൻ ഫ്യൂരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, സുഗ്രീവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. നമുക്ക് എന്താണ് സുഗ്രീവനോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് ഭഗവാന്റെയും ഗുരുവിൻ്റെയും കാരുണ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ഒരു കീർത്തനം ചെയ്യാം, അല്ലേ? ശ്രീരാം ജയ രാം ജയ ജയ രാം, 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 ശ്രീരാം ജയ രാം ജയ ജയ രാം. സീതാറാം ലക്ഷ്മൺ ഹനുമാൻ കി ജയ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സുഗ്രീവന്റെ അറയിലേക്ക് പോകാം. അവിടെ എന്താണ്, ലക്ഷ്മണൻ കോപത്തോടെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ആ പൂച്ചട്ടി നേരെ എടുത്ത് തറയിൽ എറിഞ്ഞതും അതിൻ്റെ ശബ്ദം കേട്ട് അത് തല്ലി ഉടയുന്ന ശബ്ദം കേട്ടിട്ട് സുഗ്രീവൻ ചാടി എഴുന്നേറ്റ് എന്താണ് ആ ഒരു താൽക്കാലികമായിട്ടുള്ള ആ ഒരു ഇന്ദ്രിയ സുഖ ആസ്വാദനത്തിൻ്റെ പിടിയിൽ നിന്നും പുറത്തു വന്ന് അവബോധം ഒന്ന് നേരെയാക്കി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ തല കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് മദ്യത്തിൻ്റെ ലഹരിയിൽ. എഴുന്നേറ്റ് നിന്ന് സത്യാവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ലക്ഷ്മണൻ കോപത്തോടു കൂടി സുഗ്രീവനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. എന്താണ് പറയുന്നത് എന്നറിയാമോ? വേദങ്ങളിൽ, വൈദിക സാഹിത്യങ്ങളിൽ എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമുണ്ട്. എന്തൊക്കെ തെറ്റുകൾക്ക്? മദ്യപാനം, മോഷ്ടാവിന്, തപശ്ചര്യ അനുഷ്ഠിക്കാത്തവന്, ഈവൻ ഒരു ഗോഹത്യ ചെയ്താൽ പോലും അതിന് എന്തുണ്ട്? അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. പക്ഷേ നന്ദികേട് കാണിക്കുന്നതിന് വൈദിക സാഹിത്യങ്ങളിൽ പോലും പ്രായശ്ചിത്തം പറഞ്ഞിട്ടില്ല. എന്താണ് നന്ദികേടിന്റെ അർത്ഥം? എന്താണ്? ഒരാള് ഒരു പശുവിനെ ദാനം ചെയ്യാം എന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് തെറ്റിച്ചാൽ 100 പശുക്കളെ കൊല്ലുന്നതിൻ്റെ പാപമാണ് അയാൾക്ക് വന്നു ചേരുന്നത്. ഇനി
ഒരു കുതിരയെ ദാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കുതിരകളെ കൊന്നതിൻ്റെ പാപമാണ് അയാൾക്ക് വരാൻ പോകുന്നത്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു സുഹൃത്തിന് അയാളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തിരികെ അയാൾക്ക് എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവൻ സ്വന്തം പിതാമഹന്മാരെ ഒന്നടങ്കം കൊല്ലുന്ന പാപം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് വൈദിക സാഹിത്യങ്ങളിൽ പറയുന്നത്. ലക്ഷ്മണൻ പറയുകയാണ്, ചതിയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. ആവശ്യത്തിന്റെ സമയത്ത് ഉപകരിക്കപ്പെട്ട ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് നൽകിയ വാക്കിൽ നിന്നും പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് എന്താണ്? ചതിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചനയും നന്ദികേടുമാണ് അത്. സുഗ്രീവ എന്താണ് പറയുന്നത്? സുഗ്രീവ, നീ നിന്റെ വാക്കിൽ നിന്നും പിറകോട്ട് പോയി എന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ചുകൊള്ളൂ, വാലി പോയ ആ വഴി ഇതുവരെ അടഞ്ഞിട്ടില്ല. വാലിയെ വധിച്ച ആ അസ്ത്രം രാമചന്ദ്രമൂർത്തിയുടെ ആവനാഴിയിൽ ഇപ്പോഴും ഉണ്ട്. ഇതാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ ഒന്ന് പറഞ്ഞത്. ലക്ഷ്മണന്റെ വാക്ക് കേട്ടപ്പോഴത്തേനും സുഗ്രീവന് മിണ്ടാട്ടമില്ല. എന്തൊക്കെയോ പറയണം എന്നുണ്ട്. മത്ത് പിടിച്ചിരിക്കുന്ന അവസരത്തിൽ ബുദ്ധിയും നശിച്ച് ഇരിക്കുന്ന സുഗ്രീവന് വായ തുറന്ന് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വാക്കൊന്നും കിട്ടുന്നില്ല. അത് കാരണം എന്ത് സംഭവിക്കുന്നു? സുഗ്രീവന്റെ ആ ഒരു വളരെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് താര വീണ്ടും സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. ഈ സമയത്ത് ലക്ഷ്മണനോട് സംസാരിക്കുകയല്ല താര ചെയ്തത്. താര ഓടിച്ചെന്ന് സുഗ്രീവന്റെ മട്ടുപ്പാവിൽ നിന്നും പുറത്തേക്ക് തുറക്കുന്ന വാതിൽ തള്ളി തുറന്നിട്ട് ലക്ഷ്മണനോട് ബാൽക്കണി, അതായത് മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ലക്ഷ്മണൻ കൗതുകത്തോടുകൂടി അവിടെ ചെന്ന് നോക്കുന്നതും ആ കണ്ട കാഴ്ച ഇംപ്രസീവായിരുന്നു ലക്ഷ്മണന് ആ കാഴ്ച കണ്ടതും ലക്ഷ്മണന്റെ കോപം ഒരു ഇത്തിരി ശമിച്ചു എന്ന് മനസ്സിലായതും താര മുമ്പോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ താഴേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താണ് അവിടെ കണ്ടത് എന്ന് ലക്ഷ്മണനോട് പറയുകയാണ്. രാമചന്ദ്രമൂർത്തിക്ക് സുഗ്രീവനെ എത്രയധികം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സുഗ്രീവന്റെ സഹായം എത്രയധികം ആവശ്യമുണ്ടോ, സുഗ്രീവന് അതേപോലെ തൻ്റെ വാനര സൈന്യത്തിന്റെ സഹായം അതിനേക്കാൾ ആവശ്യമുണ്ട്. സീതയെ തിരയാൻ വേണ്ടിയിട്ട് രാമചന്ദ്രമൂർത്തിക്ക് സുഗ്രീവന്റെ ആവശ്യമുണ്ടെങ്കിൽ സുഗ്രീവന് തൻ്റെ വാനര സൈന്യത്തിന്റെ ആവശ്യമുണ്ട്. എത്രത്തോളം സുഗ്രീവൻ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചിരിക്കുന്നു എന്ന്. സീതയെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസൻ എന്ന് പറയുന്നത് ഏകനല്ല. ആ രാക്ഷസന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ അതിനേക്കാൾ കോടിക്കണക്കിന് രാക്ഷസന്മാരുടെ സൈന്യമുണ്ട്. അത് മാത്രമല്ല, രാവണൻ എവിടെയാണ് സീതയെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്, കസ്റ്റഡിയിലാക്കിയിരിക്കുന്നത്, തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയില്ല. പുഷ്പക വിമാനത്തിൽ അല്ലെങ്കിൽ ഏരിയൽ രഥത്തിൽ, ആകാശത്തു കൂടി പറക്കുന്ന രഥത്തിൽ കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി എന്ന് മാത്രമേ അറിയുകയുള്ളൂ. ലോകത്തിൽ എവിടെ വേണമെങ്കിലും സീതയെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വയ്ക്കാം. അപ്പോ അങ്ങനെയുള്ള സമയത്ത് എവിടെയാണ് സീത എന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ അരിച്ചു പെറുക്കിയാലേ പറ്റുകയുള്ളൂ. രാവണന്റെ അടുത്തുനിന്നും സീതയെ തിരഞ്ഞു കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു സമുദ്രത്തോളം വരുന്ന രാക്ഷസന്മാരോട് മല്ലിട്ടിട്ട് വേണം നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. രാമചന്ദ്രമൂർത്തിക്ക് സീതയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്ത. പക്ഷേ നോക്കൂ, സുഗ്രീവൻ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിന്റെ ആ ചിന്തയെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താരയുടെ വാക്ക് കേട്ടപ്പോൾ ലക്ഷ്മണന് കുറച്ച് സമാധാനമായി. വീണ്ടും താര സംസാരിക്കുകയാണ്. സുഗ്രീവൻ മറന്നിട്ടില്ല രാമനോടുള്ള വാക്കുകൾ. അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതിന്റെ ഉദാഹരണമാണ്, അല്ലയോ ലക്ഷ്മണ? ശരിയാണ്, 2 തെറ്റുകൾ സുഗ്രീവൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടും അത് രാമചന്ദ്രമൂർത്തിയെ അറിയിച്ചില്ല എന്നുള്ള, അതായത് വിവരം നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള തെറ്റ് സുഗ്രീവൻ ചെയ്തിട്ടുണ്ട്. 2, യഥാർത്ഥത്തിൽ ഇന്ദ്രിയ സുഖത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു എന്ന തെറ്റ് സുഗ്രീവൻ ചെയ്തിട്ടുണ്ട്. അല്ലയോ ലക്ഷ്മണ? ഈ തയ്യാറെടുപ്പുകളൊക്കെ കാണുമ്പോൾ രാമചന്ദ്രമൂർത്തിക്ക് സന്തോഷമാകും, സമാധാനമാകും. അപ്പോൾ
പക്ഷേ ഈ വിവരം നൽകിയില്ല എന്നുള്ള തെറ്റ് കാര്യമായിട്ട് അദ്ദേഹം എടുക്കുകയില്ല. കണക്കുകൂട്ടുകളിലെല്ലാം ശരിയാണെങ്കിൽ അജയ്യരായിട്ടുള്ള ഈ വാനര സൈന്യം ഇന്ന്, എല്ലാ വാനര സൈന്യവും ഇന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ലക്ഷ്മണന് സമാധാനമായി, സന്തോഷമായി. ഈ താഴെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ആശ അദ്ദേഹത്തിന് നൽകുന്നതുമായിരുന്നു. സുഗ്രീവൻ ഇത് കണ്ടു. ലക്ഷ്മണന്റെ മുഖത്തെ ഭാവവ്യത്യാസം സുഗ്രീവൻ കണ്ടു. ഇതാണ് തക്ക സമയം, ഇപ്പോഴാണ് പോയി ക്ഷമ യാചിക്കാൻ പറ്റിയ സമയമെന്ന് സുഗ്രീവന് മനസ്സിലായി. ലക്ഷ്മണന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും എന്തൊക്കെയോ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയതുപോലെ സുഗ്രീവന് സമാധാനമായി. സുഗ്രീവന് എന്ത് കിട്ടി? ഒരു ധൈര്യം കിട്ടി ലക്ഷ്മണന്റെ മുന്നിൽ ചെന്ന് നിന്ന് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഗ്രീവൻ അവിടെ ചെന്ന് നിന്ന് ലക്ഷ്മണന്റെ മുന്നിൽ ചെന്ന് നിന്ന് പറയുകയാണ്, ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം രാമചന്ദ്രമൂർത്തിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ആരാധ്യനായിട്ടുള്ള രാമചന്ദ്രമൂർത്തിയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത്. രാമചന്ദ്രമൂർത്തിക്ക് നൽകിയ വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമായിരിക്കും. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഒരാളും അങ്ങനെ ചെയ്യുകയില്ല. രാമചന്ദ്രമൂർത്തിക്ക് എൻ്റെ സഹായം ആവശ്യമില്ല. ഒരൊറ്റ അസ്ത്രം കൊണ്ട് 7 വൻ സാലവൃക്ഷങ്ങളെ മറിച്ചിട്ട് ഒരു വലിയ പർവ്വതത്തിനെയും തുരന്ന് ഭൂമിയെ തുറന്ന് ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാൻ പറ്റുന്ന ഒരാൾക്ക് തൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആവശ്യം എന്തിനാണ്? ഇതെനിക്കറിയാം. പക്ഷേ രാമചന്ദ്രമൂർത്തി എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്? എന്നെ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സഹായം ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ കാണാൻ പോകുന്നത്, ഞങ്ങൾ വെറും കാഴ്ചക്കാരാണ്. ചെയ്യാൻ പോകുന്ന കർത്തവ്യങ്ങളെല്ലാം രാമചന്ദ്രമൂർത്തി ചെയ്യും, തൻ്റെ പത്നിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന് എനിക്കറിയാം. ഈ വാനര സൈന്യവും ഞാനും എല്ലാം അദ്ദേഹത്തിൻ്റെ വീര്യത്തെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തെയും ഒക്കെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് എന്ന് മാത്രം എനിക്കറിയാം. എന്ത് വേണമെങ്കിലും രാമന് വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും എൻ്റെ ജീവൻ പോലും രാമചന്ദ്രമൂർത്തിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്. എന്താണ് തെറ്റ്? ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊന്നും അങ്ങേ അറിയിച്ചില്ല. 4 മാസമായിട്ട് നിങ്ങളോട് രണ്ടുപേരോടും ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് വിവരം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരം അറിയിക്കുക എന്നുള്ള പ്രവൃത്തി ഞാൻ ചെയ്തില്ല. അത് എൻ്റെ വളരെ വലിയ തെറ്റാണ്. രണ്ടാമത് മദ്യപാനം. ഈ മദ്യത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എൻ്റെ വേർതിരിച്ചറിയാനുള്ള കഴിവിനെയും കൂടി നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഉത്തരവാദിത്വത്തിനെയും അത് നശിപ്പിച്ചിരിക്കുന്നു. അത്രയധികം മദ്യത്തിൻ്റെ പിടിയിലായിരിക്കുന്നു ഞാൻ. സുഗ്രീവനാണെങ്കിൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ പുഷ്പമാല്യം വാലിച്ച് ദൂരെ എറിഞ്ഞിട്ട് ലക്ഷ്മണന്റെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് ലക്ഷ്മണനെ സാക്ഷിയാക്കിയിട്ട് അവിടെ പ്രതിജ്ഞ എടുത്തു. എന്താണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്? ഇന്ന് മുതൽ മദ്യപാനം എന്ന ആ ഒരു ഹാബിറ്റ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി കൈകൊണ്ട് ഞാൻ മദ്യം തൊടുകയില്ല. അഥവാ ഞാൻ അങ്ങനെ തൊടുകയാണെങ്കിൽ രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ ഞാൻ ഏറ്റവും വലിയ തെറ്റുകാരനായി മാറും. സുഗ്രീവൻ മദ്യം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ സുഗ്രീവൻ ഇൻഡൾജ് ചെയ്തിരുന്നത് ആ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു. അത് ഒരൊറ്റ നിമിഷം കൊണ്ട് രാമചന്ദ്രമൂർത്തിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ പോലും ആര് തയ്യാറായി? സുഗ്രീവൻ തയ്യാറായിരിക്കുന്നു. സുഗ്രീവൻ ലക്ഷ്മണന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട ലക്ഷ്മണ, എന്നോട് ക്ഷമിക്കും. ആരാണ് തെറ്റ് ചെയ്യാത്തത്? ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും തെറ്റ് ചെയ്യും. സ്വന്തം സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ശിക്ഷിക്കാൻ നിന്നാൽ നമ്മൾ തനിച്ചായി പോവുകയില്ലേ എന്ന് ചോദിച്ചു. ലക്ഷ്മണന് സുഗ്രീവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു അപ്പീലിനെ ലക്ഷ്മണൻ എന്ത് ചെയ്തിരിക്കുന്നു? സമാധാനത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ലക്ഷ്മണൻ മനസ്സിൽ ചിന്തിച്ചു, ശരിയാണ്, രാമന്റെ ചോയ്സ് എന്ന് പറയുന്നത്, രാമന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. ശരിക്കും സുഗ്രീവൻ ഞങ്ങളുടെ 6ാമത്തെ സഹോദരനായിരിക്കുന്നു. 6ാമത്തെ സഹോദരൻ. ലക്ഷ്മണനും രാമചന്ദ്രമൂർത്തിയും ഭരതനും ശത്രുഘ്നനും 4 പേരല്ലേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് 6ാമത്തേതാവുന്നത്? ആരാണ് ഈ 5ാമത്തെ ആള്?
നമ്മൾ കണ്ടു. നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെ എന്ത് ചെയ്തിരിക്കുന്നു? രാമചന്ദ്രമൂർത്തി 5ാമത്തെ സഹോദരനായിട്ട് ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ലക്ഷ്മണൻ അറിയാം. അപ്പോൾ ലക്ഷ്മണൻ ഇപ്പോൾ 6ാമത്തെ സഹോദരനായിട്ട് ആരെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? സുഗ്രീവനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് രാമചന്ദ്രമൂർത്തി എന്ന്. ശരിക്കും അത് വളരെ നല്ലൊരു തെരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സുഗ്രീവനും ലക്ഷ്മണനും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പല്ലക്കിൽ കയറി. എന്നിട്ട് രാമചന്ദ്രമൂർത്തി എവിടെയാണോ തപസ് അനുഷ്ഠിക്കുന്നത് എവിടേക്ക് പോവുകയാണ്? ഗുഹയിലേക്ക് പോവുകയാണ്. അങ്ങ് ഗുഹയുടെ അകത്തേക്ക് കയറുന്തോളും സുഗ്രീവന് അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പരിശുദ്ധി, പ്യൂരിറ്റി, പിന്നെ എന്താണ് മന്ത്രജപം, ഇതൊക്കെ കേൾക്കായി. ശരിക്കും രാമചന്ദ്രമൂർത്തി എത്ര കഠിനമായിട്ടുള്ള തപശ്ചര്യയാണ് അത്രയും കാലം അതിനകത്ത് അനുഷ്ഠിച്ചിരിക്കുന്നത് എന്ന് സുഗ്രീവൻ അപ്പോൾ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ആ തപശ്ചര്യ എന്ന് പറയുന്നത് വെറും ഒരു ഗുഹയെ ഒരു പുണ്യസ്ഥലമേ ആക്കിക്കളഞ്ഞിരിക്കുന്നു. അവിടെ ചെന്ന് രാമചന്ദ്രമൂർത്തിയുടെ കാൽക്കൽ വീണു, ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് ഈ വിളംബത്തിന്, കാലതാമസത്തിന്, ഈ ഉദ്യമത്തിനുണ്ടായ കാലതാമസത്തിന് എന്ത് ചെയ്യുന്നു? മാപ്പ് അപേക്ഷിക്കുന്നു. രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് നേരെ ആലിംഗനം ചെയ്തു. രാമചന്ദ്രമൂർത്തിയുടെ നെഞ്ചിൽ തലവെച്ച് ഇരിക്കുമ്പോൾ സുഗ്രീവന് മനസ്സിലായി, ഇതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യുപകാരം. രാമചന്ദ്രമൂർത്തി തനിക്ക് തന്ന പ്രത്യുപകാരം എന്ന് പറയുന്നത് ഈ ഒരു ആലിംഗനമാണ്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തലചേർത്ത് വെച്ച് നിൽക്കാൻ പറ്റുന്ന അസുലഭമായിട്ടുള്ള അവസരമാണ് തനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിവാർഡ് എന്ന് സുഗ്രീവന് മനസ്സിലായി. ഇതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കാമെന്ന് സുഗ്രീവന് തോന്നി. എന്നിട്ട് അദ്ദേഹത്തിന് കൂടെ വന്ന ആൾക്കാരോട് ഉപഹാരങ്ങൾ അകത്തേക്ക് കൊണ്ടുവരാൻ പറയുകയുണ്ടായി. വാനരന്മാരെല്ലാവരും അവരുടെ ഉപഹാരങ്ങളുമായി അകത്തു വന്നു. എന്താണ് ഉപഹാരം? ഫലമൂലാദികളും ഔഷധ സസ്യങ്ങളും അതെല്ലാം വന്നിട്ട് രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ നിരത്തി വെച്ചു. സുഗ്രീവൻ എന്നിട്ട് രാമചന്ദ്രമൂർത്തിയുടെ കൈ പതുക്കെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ ഗുഹയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്താണ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു അത്ഭുതം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ആ സർപ്രൈസ് എന്ന് പറയുന്നത്? വളരെ രാമചന്ദ്രമൂർത്തി ആ ഒരു ക്ലിഫിൻ്റെ, അതായത് ഒരു പാറയുടെ മേലെ ചെന്ന്, ആ ഗുഹയുടെ മേലെ, ഗുഹ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു പാറയിടുക്കുണ്ട്. ആ പാറയിടുക്കിൻ്റെ അറ്റത്ത് ചെന്നിട്ട് ആ ഒരു വളരെ മാഗ്നാനിമസ് ആയിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് സുഗ്രീവൻ രാമചന്ദ്രമൂർത്തിയെ വിളിച്ചുകൊണ്ട് അവിടെ നിർത്തുന്നത്. ആ പാറയുടെ മേലെ നിന്ന് രാമചന്ദ്രമൂർത്തിയോട് അദ്ദേഹം പറയുകയാണ് എന്താണ്? രാമചന്ദ്രമൂർത്തിയോട് അദ്ദേഹം പറയുന്നത്, അല്ലയോ പ്രഭു, ദർശിച്ചാലും എന്ന് പറഞ്ഞു. എന്താണ് ദർശിക്കാൻ പറയുന്നത്? രാമലക്ഷ്മണന്മാര് രണ്ടുപേരും വന്നിട്ട് ആ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ എന്താണ്? സ്വാമിൻ ദർശിച്ചാലും എന്ന് സുഗ്രീവൻ പറയുന്ന ആ കാഴ്ച അവിശ്വസനീയമായ കാഴ്ച, അചിന്തനീയമായിട്ടുള്ള കാഴ്ച. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാനരന്മാർ വന്നിട്ട് നിരനിരയായിട്ട് അവിടെ നിരന്നു നിൽക്കുന്നു. ഓരോരുത്തരും നിരനിരയായിട്ട് നിരന്നു നിൽക്കുന്ന കാഴ്ചയാണ് രാമചന്ദ്രമൂർത്തിക്കും ലക്ഷ്മണനും കാണാൻ പറ്റുന്നിടത്തോളം വാനരന്മാര് നിരന്നു നിൽക്കുന്നു. അവരെല്ലാം കൈകൾ ഇങ്ങനെ മുകളിലേക്ക് കൂപ്പി പിടിച്ചിരിക്കുന്നു. അവരുടെ കൈകൾ വന്നിട്ട് എന്താണ്? കൂമ്പിയിരിക്കുന്ന താമരമുട്ടുകൾ പോലെ കാണപ്പെട്ടു. അവരുടെ ശരീരം എന്ന് പറയുന്നത് ഒരു താമരത്തണ്ട് പോലെ. രാമനും ലക്ഷ്മണനും ആ ഉയരത്തിൽ നിന്നും തങ്ങളെ നോക്കുന്നത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ കൂപ്പിയ കൈ വന്നിട്ട് മുകളിലേക്ക് ഉയർത്തും. ഇത് താമര പുഷ്പങ്ങൾ വന്നിട്ട് ഭഗവാൻ അർപ്പിക്കുന്നത് പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ രാമനും ലക്ഷ്മണന്മാരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇത് സർപ്രൈസാണ്. ഇത്രയധികം മാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം പോലെയാണ് ആ ആർമി നീണ്ടു നിവർന്ന് കിടക്കുന്നത്. സുഗ്രീവന് അപ്പോഴാണ് സമാധാനമായത്. തൻ്റെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സുഗ്രീവൻ ചിന്തിക്കുകയാണ്. വാനരന്മാരെല്ലാം രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും കണ്ണെത്തുന്നിടത്തോളം എവിടെ നോക്കിയാലും വാനരന്മാരാണ്. മരത്തിൻ്റെ മേലെയും വാട്ടർ ബോഡീസ്, ജലാശയങ്ങളുടെ മേലെയും പിന്നെ എന്താണ് ഭൂമിയിലും കണ്ണെത്തുന്ന ദൂരത്തോളം എല്ലാം വന്നിട്ട് പല തരത്തിലുള്ള വാനരന്മാർ വന്നിട്ട് നിരന്ന് നിൽക്കുകയാണ്. സുഗ്രീവനാണെങ്കിൽ എളിയിൽ കൈയും കൊടുത്തിട്ട് തൻ്റെ വാനര സൈന്യത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാനര സൈന്യത്തിൽ പ്രമുഖന്മാരെ കണ്ടു. അദ്ദേഹം കൂടെ വന്നിരിക്കുന്ന വാനരന്മാരെ കണ്ടു. അവരുടെ സ്ഥാനത്തിനും റാങ്കിനുമൊക്കെ അനുസരിച്ച്
ആ ട്രൂപ്സ് വളരെയധികം നമ്മൾ കുരങ്ങന്മാരെന്ന് പറയുന്നത് ഭയങ്കര അൺഓർഗനൈസ്ഡ് ആണെന്ന് വിചാരിക്കരുത്. സുഗ്രീവന്റെ വാനര സൈന്യം എന്ന് പറയുന്നത് ഭയങ്കര പ്രോപ്പറായിട്ട് ഓർഡർലി ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു കുരങ്ങന്മാരുടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സേനയല്ല. സുഗ്രീവൻ എന്ന വാനര രാജാവിന്റെ അറേഞ്ച്ഡ് ആയിട്ടുള്ള വാനര ആർമിയാണ് അവിടെ നിൽക്കുന്നത്. രാമലക്ഷ്മണന്മാർ രണ്ടും സുഗ്രീവന്റെ രണ്ട് സൈഡിലും നിന്നിട്ട് നോക്കുകയാണ് ഈ വാനര സൈന്യത്തെ. എത്ര വളരെ ബൃഹത്തായിട്ടുള്ള ഒരു വാനര സൈന്യത്തിന് ഉടമയാണ് ഈ വാനര രാജൻ എന്നവർ ചിന്തിക്കുകയാണ്. ഇംപ്രസീവ് അല്ലെ? അത്രയധികം കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. രാമചന്ദ്രമൂർത്തിക്ക് ഈ ഓരോരുത്തരെയും പരിചയപ്പെടുത്തണമെന്ന് സുഗ്രീവന് താല്പര്യമുണ്ടായി. ആരെ? ഈ വാനര പ്രമുഖന്മാരെ. സുഗ്രീവന്റെ വാനര സൈന്യത്തിൽ ഒരുപാട് വാനര പ്രമുഖന്മാരുണ്ട്. അപ്പൊ രാമചന്ദ്രമൂർത്തിയെ ഒരറ്റത്ത് നിന്നും ഇങ്ങേ അറ്റത്ത് വരെ നിരന്നു നിൽക്കുന്ന ആ വാനര പ്രമുഖന്മാരെ ആര് പരിചയപ്പെടുത്താൻ പോവുകയാണ്? സുഗ്രീവൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. സുഗ്രീവൻ പറഞ്ഞു, നമ്മുടെ സൈന്യത്തിന് 67 വാനര പ്രമുഖന്മാരുണ്ട്. രാമചന്ദ്രമൂർത്തിയെ ഒരു കോർണറിലേക്ക് കൊണ്ടുപോയിട്ട് സുഗ്രീവൻ വന്നിട്ട് അവരെ പരിചയപ്പെടുത്താൻ തുടങ്ങുകയാണ്. സുഗ്രീവൻ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, കുറച്ചു പേരെ അങ്ങേക്ക് പരിചയമുണ്ട്, പക്ഷേ എന്നാലും ബാക്കിയുള്ളവരെ എല്ലാം ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്തി തരാം. നോക്കൂ, അങ്ങേക്ക് പരിചയമുണ്ട്, അംഗദൻ, വീരനായ അംഗദൻ. താമരപ്പൂവിന്റെ നിറമാണ് അംഗദൻ. കാലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലിന്റെ വെയിറ്റ് കൊണ്ട് ഭൂമി കുലങ്ങി വിറയ്ക്കുന്നത് പോലെ അത്രയ്ക്ക് ബലവാനാണ് അംഗദൻ. വാലിപുത്രൻ, കിഷ്കിന്ധയുടെ രാജകുമാരൻ, വീരനായ അംഗദൻ പരിചയപ്പെടുത്തുന്നു. അംഗദന് പിന്നിൽ ഇത്രയധികം സൈന്യമുണ്ട് എന്ന് രാമചന്ദ്രമൂർത്തിയെ പരിചയപ്പെടുത്തി. അടുത്തത് ഉജ്ജ്വലമായിട്ടുള്ള സ്വർണവർണ്ണത്തോടുകൂടി വിരാജിക്കുന്ന പർവ്വതം പോലെയുള്ള ഒരു വാനര പ്രമുഖൻ സുഷേണൻ. ആരാണ് അദ്ദേഹം? ധർമ്മൻ എന്ന് പറയുന്ന ആ ഒരു വാനര പ്രമുഖന്റെ മകനാണ്. ആരാണ്? സാധാരണ ആളല്ല, വരുണന്റെ അംശമാണ്. സമുദ്ര രാജാവായ വരുണന്റെ അംശമാണ് സുഷേണനായിട്ട് വാനരനായിട്ട് പിറന്നിരിക്കുന്നത്. താരയുടെ പിതാവ്, അതായത് സുഗ്രീവന്റെ ഫാദർ ഇൻ ലോ, അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ വാനര സൈന്യത്തെ, അദ്ദേഹത്തിന്റെ പിന്നിലുള്ള വാനര സൈന്യത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരുപാട് പേര് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോയ ഈ ക്ലാസ് മുഴുവൻ വന്നിട്ട് 67 വാനര പ്രമുഖന്മാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സമയം പോയേക്കും. അതുകൊണ്ട് ഓരോരുത്തരും പ്രമുഖന്മാരുടെ പേര് മാത്രമല്ല, അവരുടെ പിന്നിലുള്ള വാനര ആർമിയുടെ പ്രത്യേകതകൾ എന്താണ്, ശക്തി എന്താണ്, ഇതെല്ലാം വന്നിട്ട് സുഗ്രീവൻ വന്നിട്ട് എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസുമാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? രാമചന്ദ്രമൂർത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പേര് മാത്രം നമ്മൾക്ക് പറയാം. അതിനുശേഷം ശരഭൻ. ആരാണ് ശരഭൻ? സാധാരണക്കാരനല്ല, പർജന്യൻ, വർഷദേവന്റെ അവതാരമാണ്. വർഷത്തിന്റെ ദേവതയാണ്. വർഷം, അതായത് മഴയുടെ ദേവതയാണ് പർജന്യൻ. അതിന്റെ അവതാരമാണ്. വളരെ മരണത്തെ പോലും ഭയക്കാത്തവൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഇത്ര ആർമിയുണ്ട് എന്ന് പറഞ്ഞു. ഹനുമാനെ അങ്ങ് പരിചയപ്പെട്ടിരിക്കുന്നു, അല്ലയോ രാമ? അദ്ദേഹത്തിന്റെ അച്ഛൻ വിന്ധ്യപർവ്വതത്തിലെ കൃഷ്ണ, പിന്നെ വിന്ധ്യപർവ്വതത്തിലല്ല, കേസരി എന്ന് പറയുന്ന ആ ഒരു വാനര പ്രമുഖൻ എന്ന് പറയുന്നത് കഞ്ചന പർവ്വതത്തിലാണ് അധിവസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നാലെ ഇത്രയധികം ലക്ഷക്കണക്കിന് വാനരന്മാരുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നു. പിന്നെ രംഭൻ എന്ന് പറയുന്ന ദക്ഷിണ ദിക്കിലെ വിന്ധ്യപർവ്വതത്തില് കൃഷ്ണ സഹ്യ പർവ്വത നിരകളിൽ വസിക്കുന്ന അത്രയധികം വളരെ മഹത്തായ, വളരെയധികം ജീവൻ പോലും കളയാൻ മടിയില്ലാത്ത വാനര സൈന്യത്തിന്റെ നേതാവാണ് രംഭൻ. പിന്നെ ശ്വേതൻ, കുമുദൻ, ഹരൻ, പനശൻ, കന്ദൻ, ക്രന്ദൻ, ദംഭൻ, ഗവാക്ഷൻ, വിനതൻ, ഇങ്ങനെ ഒരുപാട് പേരുടെ പേര്. ശതബലി, മൈന്ദൻ, ദ്വിവിധൻ. പിന്നെ ബാക്കിയുള്ളവരുടെ പേര് ഓൾറെഡി ആർക്കറിയാം. ഈ 67 പേരുടെയും പേര് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് നമ്മളുടെ ടോപ്പിക്കിനകത്തുനിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ബാക്കിയുള്ളത് ചുരുക്കി പറയാം. ഓൾറെഡി അങ്ങ് ഞങ്ങളുടെ ഹനുമാനെയും വായുപുത്രനായ ഹനുമാനെ പരിചയപ്പെട്ടിരിക്കുന്നു, തരുവിനെ പരിചയപ്പെട്ടിരിക്കുന്നു, ബൃഹസ്പതിയുടെ പുത്രൻ, അഗ്നിയുടെ പുത്രനായ നീലനെ പരിചയപ്പെട്ടിരിക്കുന്നു, പിന്നെ വിശ്വകർമാവിന്റെ പുത്രനായ നളനെയും അങ്ങ് പരിചയപ്പെട്ടിരിക്കുന്നു. നീലനാണ് കിഷ്കിന്ധ എന്ന ആ വലിയ
മനോഹരമായ നഗരത്തിന്റെ വാസ്തുവിദ്യ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ശാസ്ത്രത്തിലും വാസ്തുവിദ്യയിലും അഗ്രഗണ്യനായിരിക്കുന്ന നീലന്റെ കഴിവുകളെക്കുറിച്ച് രാമചന്ദ്രമൂർത്തിയോട് പറയുന്നു. ഇനി 4 സ്പെഷ്യൽ വാനരന്മാരെ, ശരഭൻ, കുമുദൻ, വഹ്നി, രംഭൻ, ഇവര് 4 പേരും വന്നിട്ട് എന്താണ് അവരുടെ കൂടെയുള്ള വാനര സൈന്യം എന്ന് പറയുന്നത് രൂപം മാറാൻ കഴിവുള്ള വാനര സൈന്യമാണ്. ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ള വാനര സൈന്യമാണ് ഈ 4 പേരുടെയും കൂടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവരെയും പരിചയപ്പെടുത്തുന്നു. പിന്നെ ഏറ്റവും അവസാനം തീർന്നില്ല, ഇനി 2 പേരെ പരിചയപ്പെടാനുണ്ട്. അവര് സ്പെഷ്യൽ വ്യക്തികളാണ്. നോക്കൂ, അങ്ങേക്ക് ഇതിനുള്ളിൽ പ്രത്യേക രൂപം ഉള്ള, അതായത് കരടികളുടെ രൂപമുള്ള സൈന്യത്തെ കാണാൻ പറ്റും. ലക്ഷം, അതായത് 2 ലക്ഷക്കണക്കിന് കരടികളുടെ കൂട്ടത്തില് ഒരു പ്രമുഖൻ, അദ്ദേഹത്തിന്റെ പേര് ധൂമ്രൻ എന്നാണ്. അദ്ദേഹത്തെക്കാൾ മികച്ചവൻ അല്ലെങ്കിൽ ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ആരാണത്? ജാംബവാൻ. അദ്ദേഹത്തിന്റെ കീഴിൽ 100 മില്യൺ വന്നിട്ട് സ്ട്രോങ്, ശക്തിമാന്മാരായിട്ടുള്ള കരടികളുടെ സൈന്യമാണ് ഉള്ളത്. ജാംബവാനെ നോക്കുമ്പോൾ ഒരു കറുത്ത മേഘം പോലെ കാണപ്പെടുന്നു ജാംബവാൻ. അദ്ദേഹം ഏറ്റവും പരിചയസമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വയസ്സ്, അറിവ്, പരിചയസമ്പന്നത, വിജ്ഞാനം, ഇതെല്ലാം വന്നിട്ട് വാനര സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വിശ്വാസ്യതയുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു അദ്ദേഹത്തെ. അല്ലയോ രാമ, ഈ സൈന്യത്തിന്റെ ഒരു ഫ്രാക്ഷൻ, ഒരു അംശം മാത്രമേ ഞാൻ അങ്ങേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നിട്ടുള്ളൂ, പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അങ്ങേക്ക് കാണുമ്പോൾ മനസ്സിലാകും അങ്ങയുടെ ഈ ബൃഹത്തായ വാനര സൈന്യത്തിന്റെ ആസ്തി എന്താണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ധൈര്യം എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാകും. സുഗ്രീവന്റെ ഈ സിസ്റ്റമാറ്റിക് ഇൻട്രൊഡക്ഷൻ, അതായത് ഓരോരോ വിശദാംശങ്ങളെയും പറഞ്ഞ് സുഗ്രീവൻ വന്നിട്ട് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഈ വാനര സൈന്യത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രാമനും ലക്ഷ്മണനും വന്നിട്ട് അവരുടെ മുന്നിൽ നിരന്നു നിൽക്കുന്ന അത്ഭുതകരമായിട്ടുള്ള വാനര സൈന്യത്തെ കണ്ട് എന്ത് ചെയ്യുകയാണ്? മനസ്സ് നിറഞ്ഞിരിക്കണം. ആദ്യമായിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം രാമചന്ദ്രമൂർത്തി മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ്. ഇത്ര നാളും സീതാവിരഹത്തിൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. ചിരിയൊന്നും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ചിരിയേ മാഞ്ഞു പോയിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ 4 മാസത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ്, സന്തോഷത്തോടെ ചിരിക്കുകയാണ്. സുഗ്രീവനെ അദ്ദേഹം നോക്കുന്നത് എന്തോ ആണ്, ആ കണ്ണില് സുഗ്രീവനോട് വന്നിട്ട് ബഹുമാനമല്ല, അഭിമാനമാണ്. ഒരു അനുജൻ വളരെയധികം അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ജ്യേഷ്ഠൻ അനുജനോട് നോക്കുമ്പോൾ എന്ത് അഭിമാനമാണോ ഉള്ളത്, അതുപോലെയാണ് സുഗ്രീവനെ അദ്ദേഹം നോക്കുന്നത്. ശരിക്കും സുഗ്രീവൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഹയർ പ്രോസ്പെക്റ്റ് കാണിച്ചു തന്നിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിച്ചു തന്നിരിക്കുന്നു. ഇത്തരത്തിലൊരു ആർമി ഉണ്ടെങ്കിൽ, ഒരു സൈന്യം ഉണ്ടെങ്കിൽ സീതയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു നടക്കാത്ത കാര്യമൊന്നുമല്ല എന്നൊരു വിശ്വാസം ആർക്ക് വന്നു? രാമചന്ദ്രമൂർത്തിക്ക് വന്നു. സുഗ്രീവൻ ഒരു ഞൊടിച്ചതും ആ 67 വാനര പ്രമുഖന്മാരും വന്ന് രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ നിരന്നു നിന്നു. അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് നിരന്നു നിന്ന് ആ ക്ലിഫിന്റെ തൊട്ട് താഴെ വന്നു നിന്നു. എന്നിട്ട് എല്ലാവരും ഒരു ഉപഹാരം കൊണ്ടുവന്നിരിക്കുന്നു. സുഗ്രീവൻ കണ്ണു കാണിക്കുന്നതും ഓരോരുത്തരായിട്ട് വന്ന് രാമചന്ദ്രമൂർത്തിയുടെ മുന്നിൽ ആ ഉപഹാരം കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തെ വണങ്ങിയിട്ട് തിരിച്ചുപോയി സ്വന്തം സ്ഥാനത്ത് നിൽക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം അവിടെ ഉപഹാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്താണ്? പലതരത്തിലുള്ള പ്രത്യേകതയുള്ള ഫലമൂലാദികൾ, പൂക്കൾ, പിന്നെ എന്താണ് ഔഷധ സസ്യങ്ങൾ, ഇതെല്ലാമാണ് കൊണ്ടുവന്ന് നിറഞ്ഞു അവിടെ എല്ലാം. ഇത് പ്രത്യേകിച്ചും അല്ല, കാരണം 14 വർഷം വനത്തിൽ വസിച്ചത് കൊണ്ട് രാമലക്ഷ്മണന്മാർക്ക് അറിയാം. എന്താണ് അറിയാവുന്നത്? ഈ കിട്ടിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് അത്ര അമൂല്യമാണ് എന്നുള്ളത്, എത്ര ദുർഘടമായ സ്ഥലത്ത് നിന്നാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്, എത്ര റെയറാണ് ഇത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ളത് അവർക്കറിയാൻ പറ്റും. ചില പ്രത്യേകതകളൊക്കെ അവർക്ക് മനസ്സിലാകും. കാരണം ഇതിനകത്തുള്ള ഫലമൂലാദികളിൽ ഒരു ഫലമോ ഒരു മൂലമോ കഴിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തേക്ക് പിന്നെ വിശക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതിൽ ഉള്ള ചില ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഗന്ധം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് കൊണ്ട് തന്നെ എന്താണ്, ഏതു തരത്തിലുള്ള രോഗത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലായി.
ലക്ഷ്മണനും ഹനുമാനും വന്നിട്ട് അതെല്ലാം ശേഖരിച്ചിട്ട് ഗുഹയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്തിനാണ്? ഭാവിയിൽ ഉപകരിക്കുമെന്ന് അവർക്കറിയാം. എന്നിട്ട് രാമചന്ദ്രമൂർത്തി ഇത് കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ആ വാനര പ്രമുഖന്മാരുടെ മുന്നിൽ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് എന്താണ് തൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും ചെറിയ താമസത്തിൽ അല്ലെങ്കിൽ ഇത്രയും ചെറിയ കാലയളവിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷനിലും ഇത്രയധികം സൈന്യത്തെയും കൊണ്ട് ഇവിടെ ഉപവിഷ്ടരാകാൻ വേണ്ടിയിട്ട് അവർ കാണിച്ച ആ ഒരു ആ ഒരു നന്ദിയെ വന്നിട്ട് രാമചന്ദ്രമൂർത്തി തിരികെ അവർക്ക് കൈകൂപ്പിക്കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ചിരിച്ചു രാമചന്ദ്രമൂർത്തി, അവരെ നോക്കിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ചിരിച്ചു. അത് കണ്ടതും അത്ഭുതമാണ് വാനര സൈന്യത്തിൽ. പ്രമുഖന്മാർക്ക് അതിനെക്കാട്ടിലും അത്ഭുതമാണ്. കാരണം എന്താണ്? ഇത്ര അധികം വിനയവും സൗമ്യനുമായിട്ടുള്ള ഒരു നേതാവിനെ അവർ കണ്ടിട്ടേയില്ല. അവര് വിചാരിക്കുകയാണ്, ഇന്നാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വന്നിരിക്കുന്നത്. ഈ വ്യക്തിക്ക് മുന്നിൽ സ്വന്തം ജീവൻ പോലും അടിയറ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ചിന്തയുണ്ടായി. അത് എന്താണെന്നറിയാമോ? കാരണം കൈ ചൂണ്ടിക്കൊണ്ട് നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കുന്നതും നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൃദയം കൊണ്ട് ചെയ്യുന്നതും വന്നിട്ട് വ്യത്യാസമുണ്ട്. കൈ ചൂണ്ടിക്കൊണ്ട് നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാവർക്കും വന്നിട്ട് എന്ത് ചെയ്യും? അനുസരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു നിർബന്ധപൂർവ്വം അനുസരിക്കുന്നത് പോലെയാണ്. പക്ഷെ ഇവിടെ രാമചന്ദ്രമൂർത്തി എന്ത് ചെയ്യുകയാണ്? ഹൃദയം കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? തന്നെ വന്നിട്ട് ആ ഒരു നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്വയമേ അവര് രാമചന്ദ്രമൂർത്തിക്ക് മുന്നിൽ സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. ക്ലിഫിന്റെ എഡ്ജിലേക്ക് പോയി ഈ വാനര പ്രമുഖന്മാരുടെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് ആ വാനര സൈന്യത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് രാമചന്ദ്രമൂർത്തി ചോദിക്കുകയാണ്. വാനര സൈന്യത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് ചോദിക്കുകയാണ്. സുഗ്രീവൻ ചിരിച്ചു. അതിന്റെ വ്യാപ്തിയെ പറയാൻ വേണ്ടിയിട്ട് സുഗ്രീവന് ചില കണക്കുകളുണ്ട്. ആദ്യം ആ കണക്കുകൾ രാമചന്ദ്രമൂർത്തിക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്താണ് കണക്ക്? നമ്മൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവുകയില്ല, എന്നാലും നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്? 10,000-നെ 1000 കൊണ്ട് ഗുണിച്ചാൽ അതിനെ എന്ത് പറയും? 10 മില്യൺ എന്ന് പറയും. ആ 10 മില്യൺ എന്ന് പറയുന്നത് ഒരു ശംഖ് എന്ന് പറയും. അങ്ങനെ 100 ശംഖ് ചേർന്നതാണ് ഒരു മഹാശംഖ്. ഇങ്ങനെ 1000 മഹാശംഖുകൾ ചേർന്നതാണ് ഒരു വൃന്ദം. ഇനി ഇതേപോലെ 10,000 വൃന്ദം ചേർന്നതാണ് ഒരു മഹാവൃന്ദം. ഇനി 10,000 മഹാവൃന്ദങ്ങൾ ചേർന്നതാണ് ഒരു പദ്മം. ഇനി 10,000 പദ്മങ്ങൾ ചേർന്നതാണ് ഒരു മഹാപദ്മം. ഇനിയും 10,000 മഹാപദ്മങ്ങൾ ചേർന്നതാണ് ഒരു ഖർവം. വീണ്ടും അതിൻ്റെ 10,000 ഗുണിതമാണ് മഹാഖർവം എന്ന് പറയുന്നത്. വീണ്ടും ആ മഹാഖർവത്തിനെ 10,000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു സമുദ്രം എന്ന് പറയും. ഈ സമുദ്രത്തിനെ വീണ്ടും 10,000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതിനെ ഓഖ എന്ന് പറയും. വീണ്ടും അതിനെ 10,000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മഹാ ഔഖ എന്ന് പറയും. നോക്കൂ, എത്രയാണ് വാനര സൈന്യത്തിന്റെ വ്യാപ്തി. അല്ലയോ രാമ, അങ്ങയുടെ സൈന്യം എന്താണ്? 1 ട്രില്യൺ ശംഖു, 1000 മഹാശംഖ്, 100 വൃന്ദം, 1000 മഹാവൃന്ദം, 100 പദ്മം, 1000 മഹാപദ്മം, 100 ഖർവം, 100 സമുദ്രം, 100 മഹാ ഓഖം. ഇതൊക്കെയാണ്. രാമചന്ദ്രമൂർത്തിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. സുഗ്രീവൻ ഇത്രയും കൗണ്ട് ചെയ്തിട്ട് ഇത്ര വിശദീകരിച്ച് പറഞ്ഞത് എന്താണ്? രാമചന്ദ്രമൂർത്തിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനധികം പറയണമല്ലയോ രാമ, അങ്ങയുടെ ആർമി, അങ്ങയുടെ വാനര സൈന്യം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെയാണ് എന്ന് പറഞ്ഞു. രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും വന്നിട്ട് കണ്ണു തള്ളിപ്പോയി. എന്താണ്? ഈ വാനര സൈന്യത്തിന്റെ വ്യാപ്തി കണ്ടിട്ട് സുഗ്രീവൻ പറഞ്ഞ ഈ നമ്പേഴ്സ് കേട്ടിട്ട് അവർക്ക് അത്ഭുതമാണ്. എന്താണ് അത്ഭുതം? 2 കാര്യമുണ്ട്. ഇത്രയും അവിശ്വസനീയമായിട്ടുള്ള ഒരു ആർമി കണ്ടതിന്റെ അവിശ്വസനീയത. 2, ഇനി ഇവരെ എങ്ങനെയാണ് നയിച്ചുകൊണ്ട് പോകുന്നത്?
ഇത്രയും കൊളോസലായിട്ടുള്ള ഒരു വാനര സൈന്യത്തിന് നയിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് രാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും ചിന്തിക്കുകയാണ്. അതൊന്നും ശരിയല്ല. പക്ഷെ അതൊന്നും എന്താണ് തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ചോദിക്കുകയാണ്. പക്ഷേ സുഗ്രീവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സുഗ്രീവന് തൻ്റെ വാനര പ്രമുഖന്മാരും അവരുടെ പിന്നിലുള്ള ആർമിയുടെയും ഏറ്റവും ചെറിയ ചെറിയ വിശദാംശങ്ങൾ പോലും അറിയാം എന്നുള്ളതാണ് സുഗ്രീവന്റെ പ്രത്യേകത. ഇത്തരത്തിലൊരു വാനര സൈന്യം ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്നതിന് ഒരു തർക്കവുമില്ല. ഇപ്പോഴാണ് അദ്ദേഹത്തിന് സമാധാനമാകുന്നത്. എന്താണ്? തൻ്റെ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്റ്റിമിസം, അതായത് എന്താണ്, അതായത് നടക്കും എന്നുള്ള കാര്യം, നടക്കും എന്നുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉറപ്പായി. സുഗ്രീവന്റെ ആർമി എന്ന് പറയുന്നത് അത്രയ്ക്ക് കാര്യക്ഷമമായെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. രാമചന്ദ്രമൂർത്തിയുടെ അക്ഷമ കണ്ടിട്ട് സുഗ്രീവൻ വീണ്ടും പറയുകയാണ്, അല്ലയോ പ്രഭു, ഈ വാനരസേന ഏതു തരത്തിലുമുള്ള കാര്യത്തെയും നിഷ്പ്രയാസം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമാണ്. കാര്യപ്രാപ്തിയുള്ളവയാണ് ഈ വാനര സൈന്യം. ഇവരുടെ വീര്യവും ബലവും വന്നിട്ട് ഒരുപാട്, അത് എത്ര ലക്ഷക്കണക്കിന് രാക്ഷസന്മാർ വന്നാലും അവർ പിന്മാറുകയില്ല. അത് മാത്രമല്ല, ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഒരു ലിമിറ്റേഷനും ഇല്ല, അല്ലെങ്കിൽ ഒരു വേർതിരിവുമില്ലാതെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഏറ്റവും ദുർഘടമായിട്ടുള്ള ഭൂതല പ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റും, പർവ്വതങ്ങളിൽ കൂടി സഞ്ചരിക്കാൻ പറ്റും, ഈവൻ ഏറ്റവും ആഴമുള്ള ജലാശയങ്ങളിൽ കൂടി ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അവർക്ക് ബൗദ്ധികവും ശാരീരികവുമായിട്ടുള്ള ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവുണ്ട്. എന്നിട്ടും അത്രയധികം വിശ്വസ്തരുമാണ്. വിജയം ലഭിക്കുന്നത് വരെ അവര് ആ ഉദ്യമത്തെ പിന്തുടർന്ന് പോവുക തന്നെ ചെയ്യും. അതിൽ നിന്ന് പിന്നോട്ട് മാറുന്ന പ്രശ്നമേ ഇല്ല ഈ വാനര സൈന്യം എന്ന് പറയുന്നത്. ഏറ്റവും കഠിനമായിട്ടുള്ള ഉദ്യമമാണെങ്കിൽ കൂടി അത് നടത്തിയെടുക്കാതെ അവർ പിന്നോട്ട് വരികയില്ല. ഈവൻ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അവരത് നടത്തിയെടുത്തിട്ടേ നിൽക്കുകയുള്ളൂ. അല്ലയോ പ്രഭു, അങ്ങയുടെ ഈ വാനര സൈന്യത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞാനും എൻ്റെ ഈ വാനര സൈന്യവും ഇനി മുതൽ അങ്ങയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളെ എന്ത് ചെയ്യുകയാണ്? നയിച്ചാലും നിർദ്ദേശങ്ങൾ നൽകിയാലും എന്ന് പറയുന്നു. എന്താണ്? അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയാലും ഞങ്ങൾ അങ്ങയുടെ നിർദ്ദേശങ്ങളെ പിന്തുടരുന്നതായിരിക്കും. എനിക്കറിയാം എന്താണ് അങ്ങ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന നിർദ്ദേശം എന്ന് എനിക്കറിയാം. പക്ഷേ അത് അങ്ങയുടെ ശബ്ദത്തിൽ തന്നെ ഈ വാനരസേന കേൾക്കണം. ഈ വാനര സൈന്യത്തിലെ ഓരോരോ വാനരന്മാരും അങ്ങയുടെ ശബ്ദത്തിന് പരിചയപ്പെട്ടിരിക്കണം. നിർദ്ദേശങ്ങൾ നൽകുന്നത് അങ്ങയുടെ സ്വന്തം ശബ്ദത്തിലായിരിക്കണം. അല്ലയോ പ്രഭു, അവരുടെ സ്വാമിയുടെ ശബ്ദം അവർ തിരിച്ചറിയണം. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയാലും. രാമചന്ദ്രമൂർത്തി ഇതൊക്കെ കണ്ടിട്ട് ഭാവമാർന്ന് എഴുന്നേറ്റ് നിന്നിട്ട് സുഗ്രീവനെ വന്ന് വീണ്ടും ആലിംഗനം ചെയ്തു. സുഗ്രീവൻ തങ്ങളുടെ വാനരസൈന്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ആ ഒരു രാജാവിനെ രാമചന്ദ്രമൂർത്തി ആലിംഗനം ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അത്രയധികം സൗമ്യനും വിനയാന്വിതനുമായിട്ടുള്ള ഒരു സ്വാമിയെ അവർ കണ്ടിട്ടേയില്ല അതുവരെ. അങ്ങനെ ഒരു ജെനുവിൻ എക്സ്പ്രഷൻ, അതായത് ഒരു നാച്ചുറൽ സ്വാഭാവികമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു വികാര പ്രകടനവും അവർ കണ്ടിട്ടില്ല ഇതുവരെ. അത്രയധികം വളരെയധികം സ്നേഹത്തോടു കൂടി സുഗ്രീവനെ ആലിംഗനം ചെയ്തിട്ട് സുഗ്രീവന്റെ ശിരസിൽ പതുക്കെ തലോടിക്കൊണ്ട് രാമചന്ദ്രമൂർത്തി പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സുഹൃത്തെ സുഗ്രീവ, എനിക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. സീത ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് സീതയെ ആ രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത്? ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഭാവിയിലേക്കുള്ള പദ്ധതികൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ, പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലയോ സുഗ്രീവ, ഞാനോ ലക്ഷ്മണനോ ഇത്രയധികം ബൃഹത്തായ ഒരു സൈന്യത്തെ നയിക്കാൻ വേണ്ടി പ്രാപ്തരല്ല. അങ്ങാണ്, അല്ലെങ്കിൽ നീയാണ് സുഗ്രീവ ഇതിന് ഏറ്റവും കാര്യപ്രാപ്തിയുള്ളവൻ. നീയാണ് ഈ വാനര സൈന്യത്തെ നയിക്കേണ്ടത്. ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം.
എന്താണ്, നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാം എന്നാണ് സുഗ്രീവനോട് പറയുന്നത്. ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുകയാണെന്ന് പോലും പറഞ്ഞില്ല, ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും പ്രവർത്തനക്ഷമമായ രീതിയിൽ ഈ 2 കാര്യങ്ങളും, സീത ജീവനോടെ ഉണ്ടെങ്കിൽ സീതയെ എവിടെയാണ് ആ രാക്ഷസൻ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത്, ഈ 2 കാര്യങ്ങളും എത്രയും പ്രവർത്തനക്ഷമമായ രീതിയിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, നടത്തിയെടുക്കുകയാണ്. ഏറ്റവും വിശ്വസ്തനാണ് എനിക്ക് അങ്ങ് എന്ന് അങ്ങ് മനസ്സിലാക്കുക. അങ്ങയുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങേക്കറിയാം. അത് മാത്രമല്ല, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയാം, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും അങ്ങേക്കറിയാം. സുഗ്രീവനോട് രാവണൻ ശ്രീരാമചന്ദ്രമൂർത്തി പറയുകയാണ്, അല്ലയോ വാനരരാജൻ, മുന്നോട്ട് പോയാലും നമ്മുടെ ഉദ്യമത്തിലേക്കുള്ള വഴി അങ്ങ് തുടങ്ങിയാലും എന്ന് പറയും. രാമചന്ദ്രമൂർത്തി ഇങ്ങനെ പറയുമ്പോൾ സുഗ്രീവന് വന്നിട്ട് ആകെപ്പാടെ എന്താണ്, സുഗ്രീവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1-2 കാര്യങ്ങളാണ് ഷോക്ക് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദമെല്ലാം വന്നിട്ട് അടഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു അനാസക്തി, രാമചന്ദ്രമൂർത്തിയുടെ അനാസക്തി എന്ന് പറയുന്നത്. അത്രയധികം ബൃഹത്തായ ഒരു വാനര സൈന്യം കണ്ടിട്ടും എന്താണ്, രാമചന്ദ്രമൂർത്തിക്ക് അതിനോട് ഒരു ആസക്തിയുമില്ല. അതിനെ തൻ്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ടപ്പാടുമില്ല അദ്ദേഹത്തിന്. ആരാണ് അദ്ദേഹം? സ്വയം ഈശ്വരനാണ്, ഭഗവാനാണ്. നയിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചെറിയ പുത്തരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലേ. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഇതിനോടൊരു ആസക്തിയും പ്രകടിപ്പിച്ചില്ല. സുഗ്രീവന്റെ കഴിവിലാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. സുഗ്രീവനെയാണ് അതിൻ്റെ കാര്യപ്രാപ്തിയുള്ളവനായിട്ട് രാമചന്ദ്രമൂർത്തി കണ്ടെത്തിയിരിക്കുന്നത്. ആ തരത്തിലുള്ള ആദരവും മറ്റു കാര്യങ്ങളുമൊക്കെ രാമചന്ദ്രമൂർത്തിയോട് സുഗ്രീവൻ ഒരുപാട് മടങ്ങ് കൂടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. സുഗ്രീവൻ തൻ്റെ ഉദ്യമം ആരംഭിക്കുന്നു. എന്താണ് സുഗ്രീവൻ ചെയ്യാൻ പോകുന്നത്? സീതാ അന്വേഷണം എന്ന് പറയുന്ന ആ ഒരു ഉദ്യമത്തിലേക്ക് സുഗ്രീവൻ കടക്കുകയാണ്. സുഗ്രീവൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ്? 4 ദിക്കുകളുണ്ട്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. എവിടെ വേണമെന്നുണ്ടെങ്കിലും, ആ ഭൂപ്രദേശത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും ആരെ കൊണ്ട് പാർപ്പിക്കാം? രാവണന് സീതയെ കൊണ്ടുപോയി പാർപ്പിക്കാൻ പറ്റും. അപ്പോൾ തൻ്റെ വളരെ വിശ്വസ്തരായിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികളെയാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ആര് തിരഞ്ഞെടുത്തിരിക്കുന്നത്? സുഗ്രീവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുഗ്രീവൻ വിനതൻ എന്ന് പറയുന്ന തൻ്റെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വാനര പ്രമുഖനെ വിളിച്ചിട്ട് പ്രോജക്റ്റ്, എന്താണ് പ്രോജക്റ്റ്? വിനതന്റെ പ്രോജക്റ്റ് കിഴക്ക് ദിശയിലേക്ക് പോയിട്ട് സീതാമാതാവിനെ തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നുള്ള, തൻ്റെ കുറച്ച് സൈന്യത്തോടൊപ്പം പോയി കിഴക്ക് ദിശയിലേക്ക് പോയി സീതാമാതാവിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് സുഷേണൻ എന്ന് പറയുന്ന താരയുടെ പിതാവ്, തൻ്റെ ഭാര്യയുടെ പിതാവ്, അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് എന്താണ് പടിഞ്ഞാറ് ദിശയിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നും എവിടെയൊക്കെയാണ് തിരയേണ്ടത് എന്നും എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇതെല്ലാം ആര് പറഞ്ഞു കൊടുത്തിരിക്കുന്നു? സുഗ്രീവൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അടുത്തത് ശതബലി എന്ന് പറയുന്ന തൻ്റെ വാനര പ്രമുഖനെ വിളിച്ചിട്ട് അദ്ദേഹം ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഉത്തര ദിശയിലേക്ക് വന്നിട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന്, എവിടെ വരെ പോകണം, എങ്ങനെയാണ് തിരയേണ്ടത്, എന്തൊക്കെയാണ് തിരയേണ്ടത്, എത്ര പേരുടെ കൂടെയാണ് പോകേണ്ടത്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. കിഴക്ക്, പടിഞ്ഞാറ്, എന്താണ് ഉത്തര ദിശയിലേക്കും എല്ലാവരെയും. ഇനി ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന വാനര സൈന്യത്തെ അല്ലെങ്കിൽ തിരയാൻ പോകുന്നവരെ സുഗ്രീവൻ വളരെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി, വളരെ കാര്യപ്രാപ്തിയുള്ളവര്, വളരെ എന്താണ് ഏറ്റവും കൂടുതൽ സാധ്യത അവിടെയാണ് എന്ന് സുഗ്രീവൻ അറിയാം. കാരണം ലങ്ക എന്ന് പറയുന്നത് ആ ദിക്കിലാണ്, ദക്ഷിണ ദിക്കിൽ. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന ആ ഒരു സൈന്യത്തെക്കുറിച്ച് സുഗ്രീവന് വളരെയധികം പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ അത്രയധികം കാര്യക്ഷമതയുള്ള ആൾക്കാരെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. മറ്റുള്ളവർ കാര്യക്ഷമത ഇല്ലാത്തവരെന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? എന്താണ് അവർക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻ? എങ്ങനെയാണ് ഇനി വാനര സൈന്യം മുന്നോട്ട് പോകാൻ പോകുന്നത്? സീതാന്വേഷണം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുകയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി എന്തായിരിക്കും കിഷ്കിന്ധാകാണ്ഡത്തിൽ ബാക്കിയിരിക്കുന്നത്
നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.